ഓം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ഒരേ ലക്ഷ്യം, പല മാർഗങ്ങൾ. മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ജൈനരും ബൗദ്ധരും അപ്രകാരമുള്ള മറ്റു മതക്കാരും ഏകത്വത്തെ പ്രാപിക്കാനായി നിരന്തരം പ്രയത്നിക്കുന്നു. പ്രിയരെ, ഒരേ നദികൾ പലതായി പിരിഞ്ഞ് പല നാടുകളിലൂടെ പല പേരുകളാൽ ഒഴുകി ഒടുവിൽ അതിന്റെ ലക്ഷ്യസ്ഥാനമായ സമുദ്രത്തിൽ പതിക്കുന്നു. ഗംഗ, യമുന, ഭാഗീരഥി, കാവേരി, കബനി തുടങ്ങി അനേകം പേരുകളിൽ അറിയപ്പെടുന്ന എല്ലാ നദികളുടെയും പ്രാപ്യസ്ഥാനം സമുദ്രമാണ്. ഇങ്ങനെ സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നദിയുടെയും പേരോ രൂപമോ ഭാവമോ നിലനിൽക്കുന്നില്ല. എല്ലാം സമുദ്രം എന്ന ഒന്നായി തീരുകയും ഒന്നായി അറിയപ്പെടുകയും ഒന്നായി അനുഭവിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള എല്ലാ മതങ്ങളുടെ സ്വരൂപവും മാർഗവും കൊണ്ട് പേരുകൊണ്ടും പലതായി അറിയപ്പെടുന്ന ഇസ്ലാം മതത്തിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും ജൈന, ബുദ്ധ, പാഴ്സി മതങ്ങളുടെയും ഹിന്ദു മതത്തിന്റെയും സാരം ഒരേ ലക്ഷ്യത്തിലേക്ക് അനുയായികളെ ആനയിക്കുന്നതിനു വേണ്ടിയുള്ളതാണ്. ആ ഒന്നായിരിക്കുന്ന ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് എല്ലാ മതവിശ്വാസികളും അതാത് മതങ്ങൾ അനുശാസിക്കുന്ന മാർഗങ്ങളെ പിന്തുടരുന്നത്. മതങ്ങൾ വിഭാവനം ചെയ്യുന്ന മോക്ഷവും സ്വർഗവും ആത്മവിമുക്തിയും നിർവ്വാണവുമെല്ലാം അന്തിമമായി ഒരേ അവസ്ഥ തന്നെയാണ്. ഇതുതന്നെയാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യമായ ജീവൻ മുക്താവസ്ഥ. ഈ അവസ്ഥയെ പ്രാപിക്കുന്ന ഒരാളിന് സമുദ്രത്തിൽ ചേർന്നു കഴിഞ്ഞാൽ നദികൾ ഇല്ലാതാകുന്നതുപോലെ വിഭിന്ന മതസങ്കല്പങ്ങളും ഇല്ലാതാകുന്നു. ഇപ്രകാരം ജീവിതത്തെ പലവിധങ്ങളായ വൈവിധ്യങ്ങളിൽ നിന്നും ആ വൈവിധ്യങ്ങൾക്കെല്ലാം പൊരുളായിരിക്കുന്ന ഏകതാനതയിലേക്ക് നയിക്കുകയെന്നതാണ്. അതിനുവേണ്ടി നിരന്തരം യത്നിക്കുകയെന്നതാണ് നമ്മുടെ ധർമ്മം. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാട്.